അല്ലാതെ ഇജാതി ഉഡായിപ്പും കൊണ്ട് സമൂഹത്തിലേക്ക് വരാം. താൻ അത്രയ്ക്കും നല്ലൊരു തന്തയാണെങ്കിൽ പോയിട്ട് അങ്ങനെ താൻ പോയി ചെയ്തിട്ട് വാ. നിങ്ങളിൽ എത്ര പേര് ഈ പുതിയ വിശേഷം അറിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ചില ആളുകള് നമുക്ക് എന്താണെന്നറിയോ, എന്ത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും ഉഡായിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഉഡായിപ്പാണെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ ഇരിക്കും. ഇക്കാര്യത്തില് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് നല്ലൊരു ഉഡായിപ്പാണെന്നാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ആദ്യം തന്നെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകൾ ഒരിക്കലും മറക്കരുത് നമ്മുടെ ലൈക്കും കമന്റ്സും കാര്യങ്ങളൊക്കെ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിനുശേഷം വീഡിയോ തുടർന്നുകൊണ്ട് പോകുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിലേക്ക് എല്ലാം വരും. ആദ്യമായിട്ട് നമ്മുടെ കുര്യാക്കോസ് വെളുപ്പിച്ചിന്റെ പുതിയ ഉഡായിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവം. ഈ സംഭവത്തിൽ പ്രതി നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഇയാളുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത്. കേസിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് കോടതി പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ നിർണായക നിർദ്ദേശം പോലീസിന് കോടതി നൽകി. അതേസമയം നോബി ലൂക്കോസിന് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് മരിച്ച ഷൈനിയുടെ അച്ഛൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് ആണ് ഈ രംഗത്ത് വന്ന് ഹർജിയിൽ കക്ഷി ചേർന്നിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കോടതി ഹർജി പരിഗണിക്കും. നേരത്തെ ഏറ്റുമാനൂർ എങ്ങനെയുണ്ട് ഇപ്പൊ പരിപാടി? എങ്ങനെയുണ്ട്? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്നാണ് പോലീസ് ഇയാളെ പ്രതി ചേർക്കാൻ പോകണേ, ഇയാളെ എന്നാണ് നമ്മൾ കോടതിയിൽ കൊണ്ട് വിസ്തരിക്കാൻ പോകണേ, അങ്ങനെയൊക്കെ ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ വല്യപ്പമ്മളൊക്കെ പറ്റിച്ചു. വല്യപ്പൻ നോബയ്ക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കക്ഷി ചേർന്നിരിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങളാരും നമ്മുടെ കുര്യാക്കോസ് വെല്ലുപ്പിച്ചനെ കുറ്റം പറയരുത്. കുര്യാക്കോസ് വെല്ലുപ്പിച്ചനെ നമ്മുടെ ഷൈനി എന്ന് പറയുന്ന സഹോദരിയും ആ 2 കുഞ്ഞുമക്കളും മരിച്ചു പോയതിൽ സങ്കടമില്ലാന്നോ, അല്ലെങ്കിൽ കുര്യാക്കോസ് വെല്ലുപ്പിച്ചൻ ഇതിന്റെ പിറകിൽ കളിച്ചിട്ടുണ്ടെന്നോ, അങ്ങനെയുള്ള മനോഭാവങ്ങളൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം അപ്പച്ചൻ വളരെ ആക്റ്റീവായിട്ട് മരുമോന് പണി കൊടുക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ വ്യക്തി തന്നെയല്ലേ ക്യാഷ് മേടിച്ച് നമ്മുടെ ഷൈനി എന്ന് പറയുന്ന സഹോദരിയെയും 2 കുഞ്ഞു മക്കളെയും നോബിയുടെ വീട്ടുകാർക്ക് വിറ്റത്? അത് ഇങ്ങോട്ട് തന്നെയല്ലേ? അത് അങ്ങനെ തന്നെയല്ലേ നമ്മളെല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പൊ ഓടിച്ചാടി വന്ന് അപ്പച്ചന്റെ ആ ഒരു പശ്ചാത്താപം, ആ ഒരു മനസ്താപം, അല്ലെങ്കിൽ ഈ വല്യപ്പൻ തന്നെയല്ലേ ആ കൊച്ചിനുണ്ടായിരുന്ന ജോലി കളയിപ്പിച്ചത്, നമ്മുടെ പാലിയേറ്റീവ് കെയർ സെന്ററിലെ ജോലി കളയിപ്പിച്ചത്? ആ കുര്യാക്കോസും ഈ കുര്യാക്കോസും നമ്മുടെ സെയിം കുര്യാക്കോസ് തന്നെയാണോ? അല്ലെങ്കിൽ ആ മകള് മരിച്ചതിന് ശേഷം മറ്റേ മീഡിയക്കാർ ഇന്റർവ്യൂവിന് ചെന്നപ്പോ മറ്റേ കപ്പയുടെ കണക്ക് പറഞ്ഞ വല്യപ്പൻ അതും ഇങ്ങോട്ട് തന്നെയല്ലേ? കൊച്ചുമക്കൾക്ക് തലേ ദിവസം പോലും ഭക്ഷണം കൊടുക്കാതെ, അല്ലെ കൊച്ചുമക്കള് TV കാണുമ്പോ അതിനെ പോലും കുറ്റം പറഞ്ഞിരുന്ന ഇങ്ങോട്ട് തന്നെയല്ലേ? ഇനിയും പറയുന്നതിന് മുമ്പ് ഇപ്പൊ ചില ആളുകൾ പറയും, നല്ലത് ചെയ്താലും പറയും ഇത്ര ദിവസം നിങ്ങൾക്ക് കംപ്ലൈന്റ് പരാതി കൊടുത്തില്ല എന്ന്. ഇപ്പൊ നല്ലൊരു കാര്യമായിട്ട് നോബിക്ക് ജാമ്യം കിട്ടരുത് എന്ന് പറയുന്ന ആ അപേക്ഷയില് അപ്പച്ചൻ കക്ഷി ചേർന്നപ്പോ ദേ വരുന്നു ചേച്ചി വീണ്ടും അപ്പച്ചനെ കുറ്റം പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതിലൊരു കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത തോന്നണം. ഞാൻ പറഞ്ഞായിരുന്നു, മരണശേഷം ഷൈനിയുടെ 2 സഹോദരന്മാര് എവിടേക്കാണ് ഓടി രക്ഷപ്പെട്ടത്? അപ്പച്ചൻ പറഞ്ഞൊരു കാരണം ഉണ്ടായിരുന്നു. അവർ 2 പേരും എമർജൻസി ലീവ് എടുത്ത് വന്നതാ. ഓടി അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് ജോലിയും കൂലിയും ഒന്നും ഉണ്ടാവത്തില്ല, അതൊക്കെ അവരുടെ ജോലി പോകുന്നു പറഞ്ഞു. അങ്ങനെ ഒരു ജോലി പോകുന്ന സ്ഥലത്തൊന്നുമല്ല ഈ മക്കള്, അല്ലെ? അയർലൻഡ്, അമേരിക്ക എവിടെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയൊന്നും സ്വന്തം സഹോദരി മരിച്ചിട്ട് വന്നിട്ട് ഒരു 2 ദിവസം അവിടെ നിന്ന് ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി ഒരു അത്യാവശ്യം ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു പോയി എന്ന് പറഞ്ഞ് ഒരു ജോലി നഷ്ടപ്പെടുന്ന ഒരു സ്ഥലവുമല്ല. അതൊക്കെ അപ്പച്ചന്റെ ഉഡായിപ്പാന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അത് കഴിഞ്ഞു നല്ല പൊങ്കാല സോഷ്യൽ മീഡിയയിലെ ആളുകൾ എടുത്തിട്ട് അലക്കായിരുന്നു. എന്തെങ്കിലും ആകട്ടെ, കുര്യാക്കോസ് അപ്പച്ചനെ അങ്ങോട്ട് മാനസാന്തരപ്പെട്ട് സ്വന്തം മകള് മരിച്ച കാര്യത്തില് ആത്മാർത്ഥമായി ചെയ്യുന്നെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞതിന്റെ 4 ഇരട്ടി നിങ്ങൾ കേൾക്കേണ്ടി വരും. നിങ്ങൾക്ക് ആ കുട്ടികളുടെയും ആ മകളുടെയും ശാപം നിങ്ങളെ വിട്ടുപോകത്തില്ല. ആത്മാർത്ഥമായിട്ടാണെങ്കിൽ പോയി മര്യാദയ്ക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്ത് കേസ് ഫയലോടെ തന്നപ്പിടിയേ. എടാ, താൻ അത്രയ്ക്കും നല്ലൊരു തന്തയാണെങ്കിൽ താൻ പോയിട്ട് നോബിയുടെയും അവന്റെ ചേട്ടൻ കള്ളപ്പാതിരി ബോബിയുടെയും അതുപോലെ തന്നെ അവന്റെ അമ്മ, അവന്റെ അപ്പൻ, പിന്നെ അവനുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവരുടെ പേരിലൊക്കെ താൻ ഒരു വിശദമായൊരു പരാതി അങ്ങ് കൊടുത്തിട്ട് മോൾക്ക് നീതി കിട്ടാൻ വേണ്ടി താൻ വാദിക്കണോ? അങ്ങനെ താൻ പോയി ചെയ്തിട്ട് വാ. അപ്പം നാട്ടുകാർ തന്നെ അംഗീകരിക്കണ്ടേന്ന് ആലോചിക്കാം. അല്ലാതെ ഇജാതി ഉഡായിപ്പും കൊണ്ട് സമൂഹത്തിലേക്ക് വരാൻ നിൽക്കണ്ട. ധൈര്യം ഉണ്ടാവത്തില്ല. കാരണം അവർക്കെതിരെ കേസ് കൊടുക്കാൻ തന്നാൽ ഇവരും പ്രതികളാണെന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണം. അവന്മാർക്കെതിരെ ശക്തമായ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് എത്ര കിട്ടിയത്? 75 അങ്ങനെ എത്രയാണ് പറയുന്നത്? 50,000.
ഈ പ്രാവശ്യം ഉണ്ടല്ലോ നിങ്ങൾക്ക് അവര് ലക്ഷങ്ങൾ വേണ്ട കോടികൾ വരെ നമ്മളെ ബാധ്യത തരും. കാരണം ഈ കേസിൽ നിന്ന് ഊരി പോരാൻ വേണ്ടിട്ട്. അപ്പൊ അത് നല്ലൊരു ബിസിനസ് ഡീലാണ്. എപ്പോഴും ബിസിനസ് ഡീലാണല്ലോ കുര്യാക്കോസ് വല്ലപ്പം പരിഗണിക്കാറ്. അപ്പൊ ഇത് നല്ലൊരു ബിസിനസ് ഡീലാണ്. അവരുടെ പേരിൽ കേസ് കൊടുക്കുക, പിന്നെ കേസ് പിൻവലിക്കാൻ വേണ്ടി അവർ നിങ്ങളുടെ പിറകിക്കൂടെ വരും. അപ്പൊ അതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ ഇതിപ്പോ ഇത് കണ്ടപ്പോ കേട്ടപ്പോ നിങ്ങളോട് പറയണം തോന്നി. അപ്പച്ചന്റെ പുതിയ ഉടായ്പ് ഞാൻ ഒട്ടും വിശ്വസിക്കില്ല. പക്ഷെ ചേർന്നെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. നാളെ അപ്പച്ചൻ നോബിക്ക് സൈഡ് പറയുകയും അവനെ നല്ല മാന്യമായിട്ട് അപ്പച്ചൻ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യും. എന്നിട്ട് ഇവരെല്ലാവരും അടിച്ചു പൊളിച്ച് ജീവിക്കും. ആ മരിച്ചുപോയ സഹോദരിയും ആ 2 കുഞ്ഞു മക്കൾക്കും ഒരു നീതിയും കിട്ടാൻ പോണില്ല. ഈ തന്തപ്പടിയൊക്കെ ഉടായ്പ് ഇത്ര നാൾ കണ്ടതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ നിങ്ങളൊരു വീഡിയോ കേൾപ്പിക്കാം. മാക്സിമം ആളുകളും ആ വീഡിയോ ഫുള്ള് കേൾക്കണം. നിങ്ങൾ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കേൾക്കാത്ത ആളുകള് ഞാൻ ഈ ചാനലിന്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അവിടെ പോയി ഒന്നും കൂടി വിശദമായി കേൾക്കുക. എന്നിട്ട് മാക്സിമം കഴിയുന്ന ആളുകൾ ആ ഒരു ചേട്ടന്റെ ഉദ്യമത്തോടു കൂടി ചേർന്ന് നിൽക്കുക. അപ്പൊ ഞാൻ ആദ്യം വീഡിയോ കേൾപ്പിക്കാം കേട്ടോ. എന്താ പറയാനുള്ളത്? നമ്മുടെ ഷൈനി ചേച്ചിയും കുട്ടികളുടെയും ആ ഒരു അതിദാരുണമായ സംഭവത്തെ കുറിച്ച് പറയാനുള്ളതാണ്. അത് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സിജോബായി, ഞാനൊരു നിയമ മേഖലയിൽ വക്കീലിനൊപ്പം കുറെ കാലം വർക്ക് ചെയ്തതിന്റെ ആ ഒരു വെളിച്ചത്തിലും കൂടിയാണ് ഞാൻ പറയുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഇത്രയും നാളുകൾ ചാനലുകളും അല്ലെ എല്ലാവരും ചർച്ച ചെയ്തു. ഇതിൽ യഥാർത്ഥമായിട്ടും നഷ്ടം വന്നിരിക്കുന്ന ആർക്കാണ്? സത്യത്തിൽ നോബി എന്ന് പറയുന്ന വ്യക്തിക്കും ആ കുടുംബത്തിന് മാത്രമാണ് നഷ്ടങ്ങൾ വന്നിട്ടുള്ളത്. നോബിയുടെ ഭാര്യയും കുട്ടികളും നഷ്ടപ്പെട്ടു. നോബി നിലവിൽ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. വളരെ സീരിയസ് ആയിട്ട് എനിക്ക് പറയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ കവർ ചെയ്ത് നമ്മൾ ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ ആ സിസ്റ്ററോട് നമ്മൾ ചെയ്യേണ്ട ഒരു മര്യാദ, നമുക്കുള്ള ഒരു കടമ എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ഈ മാക്സിമം ഈ ഓഡിയോ ഫുള്ള് കേൾക്കാൻ ശ്രമിക്കാം. ജയിലിൽ അടയ്ക്കപ്പെട്ടു. നോബിക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് ആത്മഹത്യ പ്രവണത, ആത്മഹത്യ ഉണ്ടാക്കാനായിട്ടുള്ള പ്രേരണ കുറ്റം മാത്രമാണ്. ഞാൻ ഇവിടെ ചോദിക്കുന്ന നിയമത്തിന്റെ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ഇതിൽ നിയമപാലകർ ഇത് കണ്ടിട്ട് ഇത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ചോദിക്കുന്ന ഒരു ഭാഗം എന്താണ്? ആത്മഹത്യ പ്രേരണ ഉണ്ടായത് ആർക്ക് മാത്രമാണോ? സത്യത്തിൽ നോബിയുടെ ഭാര്യയ്ക്ക് മാത്രമാണ് ആത്മഹത്യ പ്രേരണ ഉണ്ടായത്. ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും ആത്മഹത്യക്ക് അവര് തയ്യാറായിരുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അവിടെ അപ്പം ഈ ഷൈനി ചേച്ചി ഈ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് പോയി ആ കുഞ്ഞുങ്ങൾ ജീവൻ പോകണമെന്നുള്ള സാഹചര്യം ഉണ്ടായാൽ അവിടെ കൊലപാതക കുറ്റം തന്നെയാണ്. അതിന് 1-ാം പ്രതി ഷൈനി എന്ന് പറയുന്ന ആളും കൂട്ടുപ്രതികളായിട്ട് ഈ ഇൻസിഡന്റ് സംഭവിക്കാൻ ഏതൊക്കെ കാരണമായോ അവരും പ്രതികളാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഒരു ആദ്യമേ തന്നെ ഇപ്പൊ ഈ നോബിയും ഈ ഭാര്യയും തമ്മിലുള്ള ഒരു വഴക്ക് ഒരു കുടുംബ പ്രശ്നമാണ്. അത് വലുതായതിനു ശേഷമാണ് നമ്മളൊരു നിയമ ഇതിലോട്ട് കിടക്കുന്നത്. ആ നിയമപാലകന്റെ അടുത്ത് ആദ്യം ചെന്ന ഒരു കേസ് ഉണ്ടാവുമല്ലോ, ആ കേസിൽ ആദ്യം ഒരു ഒത്തുതീർപ്പിനെ ഇവരെ പറഞ്ഞു വിട്ടുന്നുണ്ട്. വീണ്ടും ഇപ്രകാരം കേസ് ഉണ്ടായി കഴിഞ്ഞപ്പം നിയമത്തിന്റെ പരിരക്ഷ പറയുന്നത്, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഇവിടെയുള്ള നിയമ പണ്ഡിതന്മാർക്ക് പറയാം. 498 കേസോ അതല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര മോഡസ്റ്റി ഓഫ് വുമണോ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമേ തന്നെ ആ പ്രതി എന്ത് ചെയ്യണം? റിമാൻഡ് ചെയ്യണം. രണ്ടാമത് വീണ്ടും ഈ മൈനർ ആയിട്ടുള്ള കുട്ടികൾക്കുള്ള അവകാശ സംരക്ഷണ നിയമം നിലനിൽക്കുന്നു. ഇവിടെ ഈ കൊച്ചിനും ഈ കുഞ്ഞുങ്ങൾക്കും ഈ വീട്ടിൽ നിൽക്കാൻ സാഹചര്യമില്ല, അല്ലെങ്കിൽ സ്ത്രീക്ക് സാഹചര്യമില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പോലീസുകാർ ഉത്തരവാദിത്തമായിട്ട് എടുത്തിട്ട് ചെയ്യേണ്ട നടപടി എന്നാന്ന് വെച്ചാൽ, ഇവന് യഥാർത്ഥത്തിൽ വരുമാനവും ജോലിയും ഉണ്ടെങ്കിൽ വാടകയ്ക്ക് അവരെ മാറ്റി താമസിപ്പിക്കുകയും അതുപോലെ തന്നെ അവിടെ പോയി ഇവൻ ശാരീരിക ഉപദ്രവമോ ഫോൺ വിളിച്ചോ ശല്യം ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു ഇഞ്ചക്ഷൻ ഓർഡർ കൊടുക്കാം. ഇത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഇവിടെ 100% പറയുന്നു, ഓർഡർ മേടിച്ചത് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് മറ്റു പലരുടെയും. ഞാനത് പലതവണ ഹാർഡ് ഫാർമറോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതായത് പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ പോലെ തന്നെ ആ ചാനൽ കേട്ടോ. ഹാർഡ് ഫാർമർ എല്ലാവർക്കും അറിയുന്നതാണ്. ഈ കാര്യത്തിൽ ഒരുപാട് ആത്മാർത്ഥമായി ഈ കേസിന്റെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും പോയി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു ബ്രദർ തന്നെയാണ്. വളരെ ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു ബ്രദറാണ്. അപ്പോൾ മാക്സിമം ആളുകൾ ആ ചാനലിന് സപ്പോർട്ട് കൊടുക്കണം. ഈ കേസ് എന്നും അല്ലെങ്കിൽ നമുക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തേഞ്ഞുമാഞ്ഞു പോകേണ്ട കുറേ സാഹചര്യങ്ങളിൽ ഈ ബ്രദർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണുക. അതുപോലെ തന്നെ ഹാർഡ് ഫാമിലെ ആ ചാനലിൽ പോകുക, അതിന് സപ്പോർട്ട് അറിയിക്കുക. ഇഞ്ചക്ഷൻ പോലെ തന്നെ ക്രിമിനൽ കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് ചെയ്യാം. രണ്ടാമതാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഡൈവോഴ്സ് പെറ്റീഷന് പോകുന്നത്. അതിനൊപ്പം തന്നെ CJM കോടതിയിൽ MC കേസ് ഫയൽ ചെയ്യാം. അതായത് ചെലവിന് കിട്ടാനുള്ള അവകാശത്തിന് വേണ്ടി കേസ് ഫയൽ ചെയ്യാം. ഈ ജാമ്യമില്ലാത്ത വകുപ്പിൽ ഇവനെ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? നിയമപരമായിട്ട് നിയമം കർശനമാക്കിയിരുന്നെങ്കിൽ ഇത് നടക്കില്ല. അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കുട്ടികളെ തമ്മിൽ വേർതിരിച്ചു. ഒരു ആൺകുട്ടിയാണ്, ആ ആൺകുട്ടി ഒരു വ്യാജമായിട്ടാണ് ഒരു കേസ് കൊടുത്തതെന്ന് നമ്മൾ ഇപ്പോൾ അറിയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കൊച്ചൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉണ്ട്, ബാലാവകാശ കമ്മീഷൻ ഉണ്ട്. ഇവരിടപെട്ടിട്ട് ഈ കൊച്ചിന് വേണ്ടതായിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്തിട്ട് യാഥാർത്ഥ്യം എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? അവിടെ ആ കൊച്ചിന്റെ മൈനറായിരിക്കുന്ന കൊച്ചിന്റെ യഥാർത്ഥമായിട്ട് മാതാവിൽ നിന്ന് കിട്ടേണ്ട സംരക്ഷണം,
സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടർച്ച ഒരു കുടുംബത്തെ മുഴുവൻ തകർക്കുന്ന അവനെ നുണ പറയിപ്പിച്ചതാണെങ്കിൽ അവന്റെ ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെയാവും? ആ കൊച്ചിന്റെ മാനസികാവസ്ഥ എന്താവും? അവന്റെ പഠനാവസ്ഥ എന്താണ്ടാവും? ഇപ്പൊ ഇറച്ചി കഷ്ണം പോലെ തെറിച്ചു പോയിട്ടുള്ള ആ ഷൈനി ചേച്ചിയുടെയും കുട്ടികളുടെയും ആത്മാവിന് നീതി കിട്ടേണ്ടത് തന്നെയാണ്. കാരണം ഇത് മറ്റു പൊതുജനങ്ങൾ വെറുതെ തള്ളിക്കളയുന്നത് പോലെയല്ല. യഥാർത്ഥത്തിൽ നമ്മളിത് ശരിക്കും പറഞ്ഞ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്ത് ഞാൻ അതിന് തയ്യാറാക്കിയാൽ മതി. ഇപ്പം ഹാർഡ് ഫാർമർ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഹർജി എഴുതി ആദ്യം ഞാൻ അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. കാരണം ഒരു 498 കേസ് വന്നു, പിന്നെ ഒരു 354 വന്നു, പിന്നെ അടിച്ചു പിടിച്ചു, പിന്നെ പാതിരാത്രി വഴിയിൽ ഇറങ്ങി നിന്നു പറയുന്നുണ്ട്. അപ്പൊ ഈ ഇറങ്ങി നിന്ന ഈ കുട്ടികൾക്കിടെയും ഈ ഷൈനി ചേച്ചിയുടെയും അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള സ്ത്രീ അവകാശ സംരക്ഷണം, കുട്ടികളുടെ അവകാശ സംരക്ഷണം, ഈ സംരക്ഷണമൊക്കെ സർക്കാർ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത് നടപ്പിലാക്കേണ്ടത് ആരാ? ഉദ്യോഗസ്ഥരാണ്. ശരിയല്ല, ഞാൻ പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഈ സംരക്ഷണം നടത്താത്ത ഈ കൊടുത്ത പെറ്റീഷനിൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്താണ് ഇത് ചെയ്യാത്തത്? അതുപോലെ തന്നെ ഈ ജോലി തടസ്സം ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ ജോലി തടസ്സം ചെയ്തെങ്കിൽ അത് ചെയ്തവർ ആരൊക്കെയാണ്? എവിടെയൊക്കെ ഷൈനി ചേച്ചി പോയി ഈ ജോലിക്ക് വേണ്ടി മുട്ടിയിട്ടാണ്? എനിക്ക് വളരെ വിഷമം തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ജോലിയായിട്ട് എന്തെങ്കിലും ഒരു ജോലി ഇതുപോലെ കൃഷിപ്പണി എടുത്ത് നടക്കും. ആ ചേച്ചി അത്രയും പഠിച്ചതാ, വാഴക്കൊല ചുമന്നെങ്കിലും അത് ജീവിക്കും. ആ പുള്ളിക്കാരി ഇവിടെ സർക്കാരിലോട്ട് ടാക്സ് കൊടുക്കുന്ന നമ്മൾ കണക്കൂട്ടുമ്പം അതുപോലെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു. ഈ പെൺകുഞ്ഞുങ്ങളെയും കൂട്ടി ഇവർ പോയതിനകത്ത് കുറ്റം പറയുന്നുണ്ട് എല്ലാവരും. ഞാൻ ചോദിച്ചു, ആ പെൺകുഞ്ഞുങ്ങൾ ഇനിയും ഈ വീഡിയോയുടെ ബാലൻസ് ഉണ്ടോ? കുറെ ഇച്ചിരി ലോങ് വീഡിയോ ആണ്, അപ്പൊ നിങ്ങൾ അവിടെ പോയി കാണുക. പക്ഷെ ഇതിനകത്ത് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആ കംപ്ലൈന്റും കൂടി വായിച്ച് കേൾപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ. ഒരു കാര്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. തൊടുപുഴ താലൂക്കിൽ തൊടുപുഴ ചിങ്കം ഭാഗത്ത് താമസിച്ചിരുന്ന ഷൈനിയും കുട്ടികളും ഏറ്റുമാനൂർ ഭാഗത്ത് ട്രെയിൻ തട്ടി മരണപ്പെട്ടതിന്റെ കാരണക്കാരായവർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി നിയമ നടപടി നടത്താൻ പൊതു താല്പര്യപ്രകാരം താഴെ ഒപ്പിട്ട് നൽകുന്നവരുടെ പരാതി സംഗതി സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകേണ്ട ശക്തമായ നിയമം നിലനിൽക്കെ ആയുധ യഥാവിധി നടപ്പിലാക്കാത്ത കൃത്യവിലോപം നടത്തി നിയമ ദുരുപയോഗം നടത്തൽ പ്രോത്സാഹനം നൽകി ആയുധ പ്രകാരം മനുഷ്യജീവൻ നഷ്ടപ്പെടാൻ ഇടയായ സാഹചര്യം. സാർ, ഷൈനിക്കുണ്ടായ മാനസിക പീഡനത്താൽ ആത്മഹത്യ ചിന്ത ടിയാളിൽ മാത്രം രൂപപ്പെട്ടതും എന്നാൽ കുട്ടികളെ കൊല ചെയ്യുന്നതിന് ഇടയാക്കിയതിനാൽ മരണപ്പെട്ട ഷൈനിയെ ആയതിന് പ്രേരിപ്പിച്ച മറ്റുള്ളവരും കൊലപാതക കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഈ കുടുംബ പ്രശ്നത്തിൽ തുടക്കത്തിൽ തന്നെ ഷൈനി സമീപിച്ച നിയമപാലകർ ആരായിരുന്നു? പലതവണ പരാതികൾ വന്നിട്ടും അവിടെ സ്ത്രീക്കും മൈനർ കുട്ടികൾക്കും നിയമ പരിരക്ഷ നൽകാത്തത് എന്തുകൊണ്ട്? ഗാർഹിക പീഡനം പലതവണ നടന്നിട്ടും ഈ കുട്ടികളെയും സ്ത്രീയെയും നല്ല ജോലിയും വരുമാനമുള്ള ഭർത്താവിന് ഉത്തരവ് നൽകിയും അവരെ മാറ്റിപ്പറപ്പിച്ചും ടിയാളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ ചെലവും അതിനൊപ്പം ഇവരെ ഉപദ്രവിക്കുന്നതിൽ നിന്നും മാനസിക സമ്മർദ്ദം നൽകുന്നതിൽ നിന്നും ഇവർ ആയിരുന്ന സ്ഥലത്ത് കടന്നു കയറാതിരിക്കുന്നതിനും ഉത്തരവ് നൽകാൻ നിയമത്തിന് അധികാരമുണ്ടായിരിക്കെ ഇത് നൽകാത്തത് എന്തുകൊണ്ട്? ആയതുകൂടാതെ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനും മാനസിക ആരോഗ്യത്തിനും നിലനിൽക്കുന്ന ചൈൽഡ് ലൈന്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ബാലാവകാശ കമ്മീഷൻ എന്നിവിടങ്ങളിലേക്ക് ശക്തമായ നിയമസഹായത്തിന് എന്തിന് ഇവരെ അയച്ചില്ല? കുട്ടികളിൽ ആൺകുട്ടിയെ കൊണ്ട് മാതാവിനെതിരെ കേസ് കൊടുത്ത സമയം ആയത് സത്യമാണോ എന്ന് പരിശോധിക്കാതെയും ആ കുട്ടിയെ നല്ല കൗൺസിലിങ്ങിന് വിധേയമാക്കി സത്യം വെളിയിൽ കൊണ്ടുവരാനും കുട്ടികളുടെ സാഹോദര്യ ബന്ധം തകർക്കാതിരിക്കാനും ആൺകുട്ടിക്ക് മാതാവിൽ നിന്ന് കിട്ടേണ്ട കരുതൽ നഷ്ടപ്പെടുത്തുന്നതിനും ഇടയാക്കിയത് ഏത് സംവിധാനമാണ്? ജീവിക്കാനുള്ള മാർഗത്തിന് തൊഴിൽ തേടിയ ഷൈനിയുടെ തൊഴിൽ ലഭ്യത തടഞ്ഞ സംവിധാനം ഏതൊക്കെയാണ്? സംരക്ഷണം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ സ്വന്തം ഭവനത്തിൽ നിന്ന ഷൈനി ചേച്ചി ആ ഭവനത്തിൽ താമസിക്കുന്നതിന് ജീവൻ നഷ്ടപ്പെടുത്തിയതിൽ അവിടെ എന്താണ് ഷൈനി ചേച്ചിക്ക് ഏറ്റവും വലിയ തിരസ്കരണം? പുരോഹിതൻ എന്ന കുപ്പായവും അതിനൊപ്പം ഹൈക്കോടതി അഡ്വക്കേറ്റ് എന്ന ലേബൽ പറഞ്ഞ് ഭീഷണി മുഴക്കി നോബിയുടെ സഹോദരൻ നിയമപാലകരെ സ്വാധീനിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയതിന് വഴങ്ങിയ നിയമപാലകർ ആരൊക്കെ? ആകയാൽ ഈ പരാതി സ്വീകരിച്ച സർക്കാർ പൊതുജന ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നൽകിയ നിയമ സംവിധാനം യഥാവിധം നടപ്പിലാക്കാത്ത എല്ലാ നിയമപാലകർ, ആയത് പാലിക്കാത്ത എല്ലാ ആളുകളും ഇവരെല്ലാം കണ്ടെത്തി കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ കൊലക്കുറ്റത്തിന്റെ ശിക്ഷാ നടപടി ഇവർക്കെതിരെ കണ്ടെത്തി നടപടി നടത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ പരാതിയുടെ മൊത്തരൂപം. ഇതിലാണ് നമ്മൾ ഒപ്പിട്ട് നമ്മൾ അപ്പോ ഈ പരാതിയിൽ ഓൾറെഡി ഈ ചേട്ടൻ ഒപ്പിട്ടിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും തൊടുപുഴയിൽ നിന്നുള്ളൊരു ബ്രദറാണ് കേട്ടോ. അപ്പൊ നിങ്ങള് മാക്സിമം തൊടുപുഴ നിവാസികളിലെ ആ അടുത്തുള്ള എവിടെ നിന്നുള്ള ആളുകൾക്ക് വേണമെങ്കിലും ഒപ്പിടാം. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും തൊടുപുഴയിലുള്ള അല്ലെങ്കിൽ ആ ചുങ്കം ചർച്ച ഏരിയ അവിടെയൊക്കെ ഉള്ള ആളുകൾ ഡെഫിനറ്റ് ആയിട്ടും ഈ പരാതിയിൽ ഒപ്പിടണം. മാക്സിമം
മാക്സിമം അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. കാരണം വളരെ സന്തോഷം തോന്നുവാണ് ഷൈനി എന്ന് പറയുന്ന സഹോദരിയെ മേ ബി കേട്ടറിഞ്ഞ കണ്ടറിഞ്ഞ ആളുകള്, അല്ലെങ്കിൽ ഇതൊന്നും ഒരു അറിവുമില്ലാത്ത ആളുകള് അവർക്ക് ഇതുപോലെ ഇനീഷ്യേഷൻ എടുത്ത് അവർക്കൊരു ജസ്റ്റിസ് നേടിക്കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരും ആ ഉദ്യമത്തോട് ചേർന്ന് നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളൂ, ബാക്കി ഈ വീഡിയോ ഹാർട്ട് ഫാമർ എന്ന് പറയുന്ന ചാനലിൽ പോയി തന്നെ കാണുക. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നോബിക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തില് കക്ഷി ചേർന്നു എന്നാ പറയുന്നത് നമ്മുടെ കുര്യാക്കോസ് വല്യപ്പൻ. എന്തിനായിരിക്കും അത് ചെയ്യുന്നത്? സ്വന്തം മുഖം സംരക്ഷിക്കാൻ വേണ്ടി, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടി ആളുകള് ഇവരെയൊക്കെ മാക്സിമം ഒറ്റപ്പെടുത്താനും അല്ലെങ്കിൽ ഇവരെ കുറ്റപ്പെടുത്താനും തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇവർക്കൊരു നിക്കക്കളി ഇല്ലാണ്ടായി. അപ്പൊ എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുന്നു എന്ന് കാണിച്ചു കൂട്ടാ. ഇവരിപ്പോ പോയി കക്ഷി ചേർന്നാലും ചേർന്നില്ലെങ്കിലും ഈ നോബി എന്ന് പറയുന്നവനെ അത്ര വലിയ സെഷൻസ് ഒന്നും ഇട്ടിട്ടൊന്നുമല്ല, അങ്ങനെ ഒരു വലിയ എഫ്ഐആർ ഒന്നും വന്നിട്ടൊന്നുമില്ല. ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത്. ആ ഒരു ചെറിയ കുറ്റം മാത്രമൊന്നുമല്ല, കൊലപാതകം, അതാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ആ 2 ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് വല്യപ്പനപ്പോ ഒരു പടി നേരത്തെ എറിയുകയാണ്. ഞാൻ ഇതിനെ മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്, എന്റെ മകൾക്ക് നീതി കിട്ടണം. ഒരു ചുക്കൂല. സ്വന്തം മകളുടെയും പേരക്കുട്ടികളുടെയും മരിച്ചുപോയ ശരീരം വെച്ച് താൻ എന്ന് ക്യാഷ് മേടിച്ചോ അവിടെ തീർന്നു തന്നെ നീതിയും ന്യായം. ഒരു മനുഷ്യന് പോലും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇതൊക്കെ എങ്ങനെ കഴിയുന്നു എന്നാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് വിത്തിൻ ഡേയ്സ്, ഫ്യൂ ഡേയ്സിനുള്ളിൽ ഇങ്ങോര് വന്ന് ചിരിച്ച് കളിച്ച് നിന്ന് നടത്തിയ ഇന്റർവ്യൂ, ഇങ്ങോര് ചിരിച്ച് നടത്തി, മറ്റങ്ങോര് കരഞ്ഞു നടത്തി. ഞാൻ പറഞ്ഞേ, അഭിനയ കുലപതികളാണ് ഇവരെല്ലാ ആളുകളും. ഇവരൊക്കെ ആ കുട്ടീനെ ഏതെങ്കിലും ഒരു 1% സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ കുട്ടി ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന്. അതായത് ആ ഷൈനി എന്ന് പറയുന്ന സഹോദരി ഒരിക്കലും തന്റെ മക്കളെയും കൊണ്ട്, നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, വിഷമതകൾ ഉണ്ടാകാം, പക്ഷെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ട് വേണം, അല്ലെങ്കിൽ എന്തുമാത്രം മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയിട്ട് വേണം, എന്തുമാത്രം അവഹേളനങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും വേണം 2 മക്കളെയും കൂട്ടി ആ അമ്മ അന്ന് ആ ട്രെയിനിന്റെ മുന്നിലേക്ക് പോകാനായിട്ട്. അതൊന്ന് ആലോചിക്കുക. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒരാളില്ലെങ്കിൽ, ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സ്വന്തം വീട്ടുകാർ സപ്പോർട്ട് ചെയ്യും. ഇനിയിപ്പോ അവര് കുറച്ച് ദിവസം വന്ന് നിന്നേമോ ശല്യമായി, കല്യാണം കഴിച്ചു വിട്ട ആൾ ഇവിടെ വന്നു എന്നൊക്കെ ചിലപ്പോ അപ്പം പറഞ്ഞ ചിലപ്പോ അമ്മ പറയാതിരിക്കും, ചിലപ്പോ അമ്മ പറഞ്ഞാൽ ചിലപ്പോ സഹോദരന്മാര് പറയാതിരിക്കും, ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഈ ഷൈനി എന്ന് പറയുന്ന സിസ്റ്ററുടെ കാര്യത്തിൽ ആരെങ്കിലും ഒരാള് സപ്പോർട്ട് ചെയ്തിരുന്നതായി നിങ്ങൾക്ക് എപ്പോഴെന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടോ? ഒരു സ്ഥലത്തുമില്ല. പിന്നെ ഇപ്പൊ ഈ കാർന്നോര് കെട്ടിയെഴുന്നള്ളിച്ച് ആ കക്ഷി ചേര പരിപാടി, ഇത് ആര് പറഞ്ഞു തന്നതാ? കാർന്നോരെ അഡ്വക്കേറ്റ് ബോബി ചേരിയൽ പാതിരി പറഞ്ഞതാണോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ വേണ്ടി തനിക്ക് സഭയിൽ നിന്ന് പ്രഷർ ഉണ്ടായിട്ടാണോ? എന്തായാലും ഇതിനിടയിൽ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അന്ന് ആ സഹോദരി മരിച്ചതിന് ശേഷം അവരുടെ ബോഡി ഇവിടുന്ന് ചുങ്കമ്പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തങ്ങളെല്ലാരും കൂടി ഒരു മീറ്റിംഗ് നടത്തി എന്നാണല്ലോ ഷൈനിയുടെ അനീത്തിയുടെ കെട്ടിയം വന്ന് നടത്തിയ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടത്. അപ്പൊ ഇതിന്റെ പിന്നിലെല്ലാം ക്യാഷ് തന്നെയാണ് കാര്യം. ഇതിന്റെ പിന്നിലെല്ലാം പ്രഷർ തന്നെയാണ്. അതായത് സഭയിൽ നിന്നുള്ള പ്രഷർ, നമ്മുടെ ബോബി ചേരിയലിന്റെ ക്രിമിനൽ ബുദ്ധി, അങ്ങനെ കുറെ ബുദ്ധികൾ ഉണ്ടാകും. അല്ലാതെ കുര്യാക്കോസിന് രാവിലെ പെട്ടെന്ന് ഇടിവെട്ടി ഒരു ബോധം വീണ് അയാൾ വന്ന് കക്ഷി ചേർന്നതൊന്നുമല്ല. ഇത്ര ദിവസം ആ സഹോദരി മരിച്ചിട്ട് 3 ആഴ്ച ആവുന്നു. ഇത്ര ദിവസം ഇല്ലാത്ത തന്റെ ബുദ്ധി ബോധം പെട്ടെന്ന് ഒരൊറ്റ ദിവസം നേരം എടുത്തപ്പോ ഞാൻ ഇന്ന് തന്നെ പോയി അങ്ങോട്ട് കക്ഷി ചേരാണ്. ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു നിങ്ങൾ വളരെ മാന്യനായ വ്യക്തിയും മകൾ മരിച്ച കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി സങ്കടമുള്ള വ്യക്തിയാണെന്ന്. അങ്ങനെ സങ്കടമുള്ള ഒരു തന്തയായിരുന്നെങ്കിൽ ഇതിന് മുമ്പ് ചെയ്യുമായിരുന്നു. ഇതിന് മുമ്പ് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയെങ്കിലും താൻ പോരാടുമായിരുന്നു, ഒരു കംപ്ലൈന്റ് കൊടുക്കുമായിരുന്നു. ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക ഞാൻ കക്ഷി ചേർന്നു. താൻ കക്ഷി ചേർന്ന് കഴിഞ്ഞാൽ അവന് ജാമ്യം കിട്ടില്ലല്ലോ. കാരണം അത്രമാത്രം സെക്ഷൻസ് ഒക്കെയാണ്. 25 ലക്ഷം രൂപ ആർക്കൊക്കെ കൊടുത്തെന്നാ പറയുന്നത്. എവിടെയൊക്കെ പൈസ പോയി വീണു. നമ്മുടെയൊക്കെ വലിയ വലിയ സെക്ഷൻസ് ഒന്നും ആഡ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ഒരു എഫ്ഐആർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകള് എല്ലാവരും കൂടി പൊതു താല്പര്യ ഹർജി തന്നെ പോകട്ടെ. ഇതിൽ നമുക്ക് ഒരു അന്വേഷണം പൊതുജനങ്ങൾക്ക് വേണ്ടി വരട്ടെ. അല്ലാതെ ഈ തന്തപ്പടിയുടെ ഉടായ്പും കാര്യങ്ങളും നമ്മൾ നോക്കി നിൽക്കണ്ട. ഇതും പറയും, ഇതിനപ്പുറവും പറയും. നോബി എന്ന് പറഞ്ഞ ചെറ്റ മാന്യമായിട്ട് ഇറങ്ങി വരികയും ചെയ്യും. അപ്പൊ ഇവരുടെയൊക്കെ നാടകം നോക്കി നിൽക്കാതെ ആത്മാർത്ഥമായി പൊതുജനങ്ങൾ തന്നെ ഇറങ്ങണം, ഇവനൊക്കെ പണി കൊടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സുമായി നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും.